രാമായണം തുടരുന്നു. ഇന്ന് യുദ്ധകാണ്ഡത്തിൽ ഔഷധാഹരണ യാത്ര, കാലനേമിയുടെ പുറപ്പാട് എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്ന് ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തം ഇരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ. രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമിതെന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടും പിന്നെ എന്തൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം
ഭക്ത്യാ പരബ്രഹ്മ യുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധാതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിന്നൊരും പെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചരണന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. സുന്ദരകാന്ഡം അവസാനിച്ചു, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. സമാനതകളില്ലാത്ത രാമരാവണ യുദ്ധം. ഇരുഭാഗത്തും അതിശക്തശാലികളായിട്ടുള്ള യോദ്ധാക്കൾ, വാനര സൈന്യവും രാക്ഷസ സൈന്യവും തമ്മിലുള്ള പോരാട്ടം ലങ്കയെ ചോരപ്പുഴയാക്കുകയാണ്. കബന്ധങ്ങൾ എവിടെയും നിറഞ്ഞു കിടക്കുന്നു. മനുഷ്യൻ്റെയും വാനരൻ്റെയും ശവശരീരങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ആ രാമരാവണ യുദ്ധം ഭയാനകമായപ്പോഴാണ് മേഘനാഥൻ്റെ ഇന്ദ്രജിത്തിൻ്റെ മാസ്മരികമായ പ്രകടനം. ആ പ്രകടനത്തിൽ ബോധം പോവുകയാണ് രാമനും ലക്ഷ്മണനും. ഈ ബോധം വീണ്ടെടുക്കണമെങ്കിൽ പർവ്വതമുകളിൽ ഉള്ള ഹിമാലയ സാനുക്കളിലെ ഒരു ദിവ്യ ഔഷധം കൊണ്ടുവരണം. ഹനുമാനോട് പറയുന്നു. ഹനുമാൻ അനായാസേന ആ മലയും പൊക്കി വരികയാണ്. കർമ്മത്തിൻ്റെ എന്നത്തെയും മകുടോദാഹരണമാണ് തനിക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത ഔഷധമുള്ള ആ മലയെ തന്നെ എടുത്തുകൊണ്ടുവന്ന് രാമനും ലക്ഷ്മണനും വേണ്ടിയുള്ള വൈദ്യത്തെ നിശ്ചയിക്കുന്ന ആ ഹനുമാൻ. മേഘനാഥൻ്റെ മരണം, ഇന്ദ്രജിത്ത്, അതായത് ഇന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് അച്ഛൻ, രണ്ടച്ഛന്മാരെ നമുക്കിവിടെ പരിചയപ്പെടണം. ഒന്ന്, കാമപൂർത്തീകരണത്തിനു വേണ്ടി മകനെ ബലിയാടാക്കിയ അച്ഛൻ രാവണൻ. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മകനെ 14 കൊല്ലം കാട്ടിലേക്ക് അയച്ച അച്ഛൻ ദശരഥൻ. രണ്ടുപേരും അച്ഛന്മാരാണ്. ഒന്ന് അഭിമാനിയായ അച്ഛൻ. ദശരഥൻ പറയുന്നുണ്ട് രാമനോട്, രാമ, നീ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കൂ മോനെ, എന്നിട്ട് രാജാധികാരം നീ പിടിച്ചെടുക്കൂ എന്ന്. രാമൻ പറയുന്നുണ്ട്, എൻ്റെ തലയിൽ കിരീടം വന്നിട്ടില്ല. തലയിൽ കിരീടം വന്നു ഞാൻ രാജാവായതിനു ശേഷമാണ് അച്ഛൻ കാട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമായിരുന്നില്ല. കാരണം രാജാവിന് ഏറ്റവും പ്രധാനം രാജാധികാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ രാജാവാകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് രാമനോട് കാട്ടിൽ പോകാൻ പറയുന്നത്. അപ്പം രാമൻ രാജാവോ യുവരാജാവോ അല്ല. അപ്പം രാമൻ അവിടെ പുത്രനാണ്. രാമൻ അച്ഛൻ്റെ വാക്ക് പ്രായോഗികവൽക്കരിക്കേണ്ട ആളാണ്. ഇവിടെയാണ് രണ്ടച്ഛന്മാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മൂന്നാമതൊരച്ഛനുണ്ട്, യയാതിയാണ്. ഭോഗിച്ച് സ്ത്രീകളെ ഭോഗിച്ച് മതിയാകഞ്ഞിട്ട് മകനായ പുരുവിനോട് യൗവനം ചോദിച്ചു വാങ്ങുകയാണ് യയാതി. ഇതെല്ലാം മഹാഭാരതത്തിലും രാമായണമെല്ലാം 1000 തത്വങ്ങളുടെ കലവറയാണ്. എന്തിനാണ് രാമായണം പഠിക്കുന്നത്? PSCക്ക് ചോദ്യം വരുമോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ രാമൻ ജീവിച്ചിരുന്നുണ്ടോ ഇല്ലയോ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം.
അമ്പലത്തിൽ പോകുന്നവനും ഹിന്ദുവാണ്, പോകാത്തവനും ഹിന്ദുവാണ്, രാമനെ ആരാധിക്കുന്നവനും ഹിന്ദുവാണ്, രാമനെ വിമർശിക്കുന്നവനും ഹിന്ദുവാണ്. ഇതൊരു മതമല്ല, ധർമ്മമാണ്. ധർമ്മത്തിൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് ഫ്രീഡം നമുക്കുണ്ട്. നമ്മൾ സർവ്വധർമ്മ സ്വതന്ത്രനാണ്. അതാണ് ധർമ്മത്തിൻ്റെ സവിശേഷത. അപ്പോഴാണ് രാമൻ എന്ന മകൻ, രാമൻ എന്ന യോദ്ധാവ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ രാമനെയും രാമൻ്റെ അച്ഛനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാവണൻ എന്ന് പറയുന്ന അച്ഛനും ദശരഥൻ എന്ന് പറയുന്ന അച്ഛനെയും നമ്മൾ കൃത്യമായിട്ട് വീതിച്ചെടുക്കണം. അങ്ങനെ യുദ്ധം പെരുകിയപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ മരണം രാവണന് വലിയ ഷോക്കായിരുന്നു. തുടർന്ന് കുംഭകർണനെ ഉണർത്തുവാനുള്ള പരിശ്രമം. 6 മാസം ഭക്ഷണവും 6 മാസം ഉറക്കും 6 മാസം ഉണർന്നെണീക്കുകയും ചെയ്യുന്ന ആളാണ്. ആ കുംഭകർണൻ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഈ യുദ്ധം. അപ്പോൾ കുംഭകർണനെ ഉണർത്തുവാനുള്ള പരിശ്രമത്തിനൊടുവിൽ കുംഭകർണൻ ഉണർന്നു. അതിഭയങ്കരമായ യുദ്ധത്തിൽ രാമൻ്റെ പക്ഷത്ത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒടുവിൽ രാമബാണമേറ്റ് കുംഭകർണനും ഈ ലോകത്തോട് വിട പറയുന്നു. നന്നായിട്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ച് ജീവിച്ച ആൾ പോലും ജ്യേഷ്ഠൻ്റെ കാമഭ്രാന്തിനു വേണ്ടിയിട്ട് അനുജനും ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മറ്റൊരനുജനുണ്ട് അവിടെ, വിഭീഷണൻ. ധർമ്മത്തിൻ്റെ പക്ഷത്താണ്, രാമനൊപ്പം ചേർന്നു. അപ്പോൾ കുലദ്രോഹി ആണോ? ജ്യേഷ്ഠൻ്റെ മക്കൾ എല്ലാവരും ഒരു യുദ്ധമൊത്ത് നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ ഏറ്റവും ഇളയ അനുജൻ രാമനൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ ഇത് സ്വന്തം കുലത്തിനെ വഞ്ചിക്കലാണോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. പക്ഷേ ധർമ്മവും അധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടായാൽ അധർമ്മത്തെ ഉപേക്ഷിച്ച് ധർമ്മത്തെ വീണ്ടെടുക്കണം. നിയമവും സത്യവും തമ്മിൽ സംഘർഷമുണ്ടായാൽ നിയമത്തെ ഉപേക്ഷിച്ച് സത്യത്തെ അനുസരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അത്. ഇവിടെ അധർമ്മിയായ തൻ്റെ ജ്യേഷ്ഠൻ അപരൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു വന്നത് തെറ്റാണെന്ന് 1000 പ്രാവശ്യം വിഭീഷണൻ പറയുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെ മുമ്പ് തട്ടിക്കൊണ്ട് വന്നപ്പോഴും ഇത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ തൻ്റെ മാർഗത്തിലൂടെ, ദുഷ്മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാവണന് വിഭീഷണൻ്റെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും വിഭീഷണനെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. ആ വിഭീഷണൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്, പക്ഷേ ദുഷ്ടനാണ്, സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നവനാണ്. അങ്ങനെയുള്ളവൻ്റെ കൂടെ നിന്നുകൊണ്ട് അധർമ്മത്തിൻ്റെ പക്ഷത്തിരുന്നു കൊണ്ട് മരിക്കുന്നതിലും നല്ലത് ധർമ്മത്തിൻ്റെ പക്ഷത്തൊരു പടയാളിയായിട്ട് നിൽക്കുക. രാജ്യവും അധികാരമൊന്നും വിഭീഷണൻ ആഗ്രഹിച്ചിട്ടില്ല, ധർമ്മത്തിൻ്റെ പക്ഷം. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചാതുർവർണ്ണയൊക്കെ പറയുമ്പോൾ ഇവിടെ ബ്രാഹ്മണ്യ ഗുണത്തെയാണ് നമ്മൾ വിഭീഷണനിൽ കാണുന്നത്. ആരുടെ മകനായിട്ട്, ആരുടെ മകളായിട്ട് ജനിച്ചു എന്നൊന്നും ഒരു പ്രസക്തിയും അവിടെ നമ്മൾ നോക്കരുത്. ആ ഗുണവിശേഷങ്ങൾ എന്താണോ, രാവണൻ്റെ അനുജനായിട്ടും കുംഭകർണൻ്റെ അനുജനായിട്ടും മേഘനാഥൻ്റെ ഇളയച്ഛനായിട്ടും ഉന്നതമായ ഗുണങ്ങളെ കാത്തുരക്ഷിച്ചു വിഭീഷണൻ. ഉന്നതമായ ഗുണങ്ങൾക്കുടമയായിരുന്നു വിഭീഷണൻ. അതാണ് നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിത രീതികൾ എന്താണ് എന്നാണ് നമ്മളെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ ഈ ഭാഗം പഠിപ്പിക്കുന്നത്. വിഭീഷണൻ്റെ വഴി രാവണൻ്റെ വഴിയായിരുന്നില്ല. വിഭീഷണൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമായ ശ്രീരാമൻ്റെ അരികിലേക്ക് ചെല്ലുക സ്വാഭാവികം. നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ മദ്യപിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്നൊരു സെറ്റാവും നമുക്ക് കാണാൻ കഴിയും. അവർക്ക് താല്പര്യമുള്ളതിനോട് അവർ ഒന്നിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറേ ആളുകളെ കണ്ടാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അവിടെ ഒന്നിക്കും. കുറേ പോലീസ് ഓഫീസേഴ്സ്, കുറേ പട്ടാളക്കാർ വന്നു കഴിഞ്ഞാൽ അവരവിടെ ഒന്നിക്കും. എന്തിനോടാണോ നിങ്ങൾക്ക് താല്പര്യം അവിടെയാണ് നിങ്ങൾ ഒരു സമാജത്തെ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെയാണ് വിഭീഷണന് താല്പര്യം. വിഭീഷണൻ്റെ ചിന്തകളെല്ലാം ധർമ്മത്തിനു വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് ധർമ്മപക്ഷത്താണ് വിഭീഷണൻ നിലകൊണ്ടത് എന്നറിയുക. അവിടെയാണ് രാവണൻ്റെ മരണം വരാൻ പോകുന്നത്. രാമനും രാവണനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. ഒടുവിൽ രാമൻ്റെ ബാണമേറ്റ് രാവണൻ മരിച്ചു വീഴുകയാണ്. നമ്മുടെ കമ്പരാമായണത്തിൽ വികലമായൊരു ചിന്തയുണ്ട്. രാവണൻ്റെ പുത്രിയായിട്ട് സീതാദേവിയെ അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് രാമായണമുണ്ട്. ആനന്ദരാമായണം, അത്ഭുത രാമായണം, മാപ്പിള രാമായണം, മലയാളികളായ നമുക്ക് അധ്യാത്മ രാമായണം, ഉത്തരഭാരതത്തിൽ തുളസി രാമായണം. ഇതിൽ തമിഴ്നാട്ടുകാരുടെ ഒരു രാമായണമാണ് കമ്പരാമായണം.
എല്ലാ രാമായണങ്ങളിലും 7 കാണ്ഡങ്ങളുണ്ടെങ്കിലും കമ്പരാമായണത്തിൽ 6 കാണ്ഡങ്ങളേ ഉള്ളൂ. കമ്പരാമായണത്തിൽ വികലമായിട്ട് പലയിടത്തും രാമനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മഹത്തായ ഒരു ഗ്രന്ഥം തന്നെയാണ് കമ്പരാമായണം. ആ കമ്പരാമായണത്തിൽ രാവണൻ്റെ പുത്രിയായിട്ടാണ് സീതയെ പറയുന്നത്. പണ്ടു വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മധാലസ യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ വേദവതിയെ. നമ്മുടെ വയലാറിൻ്റെ കവിതയാണ്. വേദവതിയെ മാനഭംഗം ചെയ്തു എന്ന കാരണം കൊണ്ട് വേദവതി ശപിക്കുകയാണ്. എപ്പോഴാണോ എൻ്റെ മകൾ നിന്നിൽ ജനിക്കുന്ന കുഞ്ഞിനാൽ നിനക്ക് മരണം സംഭവിക്കും എന്ന് വേദവതി ശപിച്ചു. അതുകൊണ്ട് ഈ വേദവതിയുടെ മകളാണ് സീത. വേദവതി സീതയെ ഒരു പെട്ടിയിലാക്കിയിട്ട് കുഴിച്ചിടുകയും ജാനകിയെ ജനക മഹാരാജാവിന് അത് ലഭിക്കുകയും ചെയ്യുന്നു. സീത ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് സീതയാകുന്നു. അതാണ് ചരിത്രം. പക്ഷെ വികലമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രം. അപ്പോഴാണ് സീത രാവണൻ്റെ പുത്രിയാണ് എന്ന് പറയുമ്പോഴും രാവണൻ സീതാദേവിയെ ഭാര്യയാക്കുവാനാണ് പരിശ്രമിച്ചത്, പ്രാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. സമ്മതമില്ലാതെ തൊടുന്ന ആ നിമിഷത്തിൽ മരിച്ചു പോകുമെന്ന വേദവതിയുടെ ശാപം പേറിയ രാവണന് ഒരിക്കലും സമ്മതമില്ലാതെ സീതയുടെ ശരീരത്തിൽ തൊടുവാൻ കഴിഞ്ഞിരുന്നില്ല. സീതാദേവി ഒരിക്കലും സമ്മതിക്കുകയും ചെയ്യുമായിരുന്നില്ല. അവസാന പരിശ്രമം എന്ന രീതിയിൽ മരണത്തിന് മുമ്പ് രാവണൻ ഒരു രാമൻ്റെ തല ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കിയിട്ട് ഈ സീതാദേവിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു എന്ന് പറയുന്നുണ്ട്. ഈ വാദമുഖങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരു പുൽക്കൊടി എടുത്തിട്ട് സീതാദേവി മുന്നിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ പുല്ല് പോലെയാണ് രാവണ, അത്ര നിസ്സാരമാണ് എനിക്ക് നീ എന്ന് പറഞ്ഞുകൊണ്ട് രാവണനെ പിന്തിരിപ്പിക്കുന്നു. ആ രാവണൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെ മൂർത്തീഭാവമായ പരസ്ത്രീയെ മോഹിച്ചു പോയ ആ രാവണന് ജീവനും അനുജൻ്റെ ജീവനും മകൻ്റെ ജീവനും മടക്കം കുലത്തിൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന പല സന്ദർഭങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് രാജ്യത്തുടനീളം വിവിധയിടങ്ങളുണ്ട്. അത്തരത്തിൽ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ ജടായുപ്പാറ. പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് ശ്രീരാമൻ മോക്ഷം നൽകിയത് ഇവിടെ വച്ചാണെന്നാണ് വിശ്വാസം. ഇതാണ് ചടയമംഗലത്തെ ജടായു ശില്പം. സീതാദേവിയെ അപഹരിച്ച രാവണനെ ജടായു മാർഗമധ്യേ തടഞ്ഞുവെന്നും രാവണന്റെ വെട്ടേറ്റ് ജടായു ചിറകറ്റ് വീണത് ഇവിടെയാണെന്നുമാണ് വിശ്വാസം. സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമന് രാവണൻ അപഹരിച്ചുവെന്ന വിവരം നൽകുന്നതും ജടായുവാണ്. വെട്ടേറ്റ് വീണ ജടായു ചുണ്ടുകൾ പാറയിലുരസുകയും അവിടെ നിന്ന് ജലം ലഭിക്കുകയും ആ വെള്ളം കുടിച്ച് ശ്രീരാമന്റെ വരവ് കാത്തിരുന്നുവെന്നും ഐതിഹ്യം പറയുന്നു. ചടയമംഗലമെന്ന സ്ഥലപ്പേര് ജടായുമംഗലമായിരുന്നുവെന്നും പഴമക്കാർ പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ 65 ഏക്കറിലാണ് ഈ ശില്പമുള്ളത്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ജടായുവിൻ്റെ ഈ ശില്പം തേടി ചടയമംഗലത്തെത്തുന്നുണ്ട്. मैं तो जटायू आया हूँ. यहाँ जो स्ट्रक्चर में देखा ये बिल्कुल एकदम जेन्युइन है और एकदम मैंने नेवर सीन बिफोर और न कहीं कभी सुना है न कहीं देखा है. रावण ने सीता का हरण करके अपहरण करके इसी आकाश से जब गुजर रहा था तो जटायु का उस पर नज़र पड़ा और जटायु को जब नज़र पड़ा तो जटायु ने उसमें रुकावट डाला, टोका. उसके बाद रावण के वो कोप का शिकार बना
और जटायु को उसने अपने अस्त्र से मैंने मारने की चेष्टा किया, तो मार तो नहीं पाया लेकिन वो घायल हो गया। जटायु मरना शन्य था लेकिन मरा नहीं था। उन्होंने राम को देखते हुए ही उन्होंने इस घटना का विवरण किया और राम जी ने पूछा कि सीता को तुमने देखा? तो बोला कि हाँ, रावण ने सीता का हरण करके दक्षिण की तो और भागा है। 2017 സംവിധായകനായ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ പക്ഷിശില്പം നിർമ്മിച്ചത്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ജടായു ശില്പത്തിന്. കേട്ടറിവിനപ്പുറം ഇവിടേക്കെത്തുന്ന മലയാളികൾക്കും ഒരു പുതിയ അനുഭവമാണ് ഇവിടം. ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നത് ഈ വഴിയാണ്. എപ്പോഴും ജഡായു ജംഗ്ഷൻ കാണാറുണ്ട്, വെളിയിൽ നിന്ന് നോക്കാറുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെൽ മെയിൻറ്റെയിൻഡ്. യു ഹാവ് ടു ടെൽ ദാറ്റ് ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ്. ഈ തവണ ഞങ്ങൾക്ക് വന്നു, ഞങ്ങളിപ്പം ഈ തവണ ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഈ തവണയെങ്കിലും ജഡായു പോകണം എന്ന് പറഞ്ഞ്. അതുപോലെ ഇന്ന് ഒരു ചാൻസ് കിട്ടി ഞങ്ങൾ ഇന്ന് വന്നു. നൈസ് ക്ലൈമറ്റ്, എല്ലാം ഫേവറബിൾ ആണ്. കറക്റ്റ്. ഞങ്ങൾ മൂന്നുപേരും സെക്കൻഡ് ടൈം വരികയാണ്. ഇവർ വരേണ്ട ഇവർ ഇപ്പം നല്ലതായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കുറച്ചാളായി വന്നത്, കുറച്ചും കൂടെ ബേസിക്കലി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതാണ് രസം. നമ്മളെ കേരളത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നശിപ്പിച്ചിട്ട് നന്നായിട്ടിട്ട്. ജടായു ശില്പത്തിന് സമീപത്തായാണ് കോദണ്ഡ രാമക്ഷേത്രവുമുള്ളത്. 13 അടി ഉയരമുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത. രാമായണ കഥയിലെ സന്ദർഭം ഓർമ്മിപ്പിക്കുന്ന സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് പുണ്യമായാണ് ഇവിടെ എത്തുന്ന ചിലർ കരുതുന്നത്. വിനോദസഞ്ചാരികളടക്കം ജടായു ശില്പം കാണാനെത്തുന്നവർക്ക് ആകർഷകമാം വിധം വലിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ജഡായുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഓരോരുത്തരും ഇങ്ങോട്ടേക്കെത്തുമ്പോൾ ഈ ശില്പം അവരെ അത്ഭുതപ്പെടുത്തും. വിനോദസഞ്ചാരികൾ ഒരുപാടെത്തുന്ന ഇവിടെ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള പുതിയ പദ്ധതികളും ആരംഭിച്ചിരിക്കുകയാണ്.